Hi dear students, myself Nimi Raju. The next topic to study is graph mining. So we all studied about data mining, and the graph mining is a part of data mining. Data mining means we are extracting data from a large amount of data. That is, the large amount of data is stored in a database called data warehouse. ഡേറ്റ മൈനിങ്ങിൽ നമ്മളൊരു ഡേറ്റ വെയർഹൗസിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയെ അനലൈസ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ബേസ് ചെയ്തിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റഡ് ഡേറ്റ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ആ ഡേറ്റ മൈനിങ്ങിൻ്റെ ഒരു പാർട്ടാണ് ഗ്രാഫ് മൈനിങ്. ഗ്രാഫ് മൈനിങ് മീൻസ് വി ആർ മൈനിങ് ഗ്രാഫ്സ്. ഹിയർ ഗ്രാഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു റെപ്രസെൻറ്റ് ദ ഡേറ്റ. ഇവിടെ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡേറ്റ സ്ട്രക്ചറിൽ ലേൺ ചെയ്ത ഗ്രാഫിനെ പറ്റിയിട്ടാണ്. അതായത് നമുക്ക് ഗ്രാഫ് എന്ന് പറയുന്ന പല പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സർക്യൂസ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, ഇമേജ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, കെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെ കേസിൽ, ബയോളജിക്കൽ കോമ്പൗണ്ട്സിൻ്റെ കേസിൽ, പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ്, സോഷ്യൽ നെറ്റ്വർക്ക്സ്, വെബ് വർക്ക് ഫ്ലോസ് ആൻഡ് എക്സാമ്പിൾ ഡോക്യുമെൻറ്റ്സിലെല്ലാം നമ്മൾ ഗ്രാഫ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. നിങ്ങൾ ഗ്രാഫ് തിയറി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ പഠിച്ചതാണ്. ഗ്രാഫ് തിയറി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നമ്മൾ ഗ്രാഫ് യൂസ് ചെയ്ത് എന്തെല്ലാം ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ആ കേസൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ദാറ്റ് മീൻസ് ഗ്രാഫ് യൂസ് ചെയ്ത് നമ്മൾ പല ആപ്ലിക്കേഷൻസിൽ ഡേറ്റാനെ റെപ്രസെൻറ്റ് ചെയ്യും. ഈ ഗ്രാഫ് മൈനിങ്ങിൽ വി ആർ പ്രൊവൈഡഡ് വിത്ത് എ ലാർജ് സെറ്റ് ഓഫ് ഗ്രാഫ്സ് ആൻഡ് ദാറ്റ് ഗ്രാഫ്സ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ഡേറ്റ. അപ്പോൾ ഗ്രാഫ് മൈനിങ്ങിൽ നമുക്ക് ഡേറ്റനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രാഫ് യൂസ് ചെയ്തിട്ടാണ്. ഗ്രാഫ് മീൻസ് വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് നോട്ട്സ് ആൻഡ് എഡ്ജസ് ഇൻ ബിറ്റ്വീൻ ദം. ദാറ്റ് മീൻസ് ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് വേർട്ടിസസ് ആൻഡ് എഡ്ജസ് ഇൻ ബിറ്റ്വീൻ ദം. ആ ഗ്രാഫിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്, അല്ലാതെ 2 ഡയമെൻഷണൽ ഗ്രാഫ് അല്ല. ഗ്രാഫ് വിച്ച് കൺസിസ്റ്റ് ഓഫ് വേർട്ടിസസ് ആൻഡ് എഡ്ജസ്. സോ ദാറ്റ് ഗ്രാഫ് യൂസ് ചെയ്ത് നമ്മൾ ഡേറ്റനെ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി ഇവിടെ മൈൻ ചെയ്തെടുക്കുക കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സബ് ഗ്രാഫ് കൊടുക്കും. സബ് ഗ്രാഫ് കൊടുക്കുമ്പോൾ ആ ലാർജ് സെറ്റ് ഓഫ് ഗ്രാഫ്സിൽ ഈ സബ് ഗ്രാഫിൻ്റെ കൗണ്ട് കണ്ടുപിടിക്കും. സബ് ഗ്രാഫിൻ്റെ കൗണ്ട് കണ്ടുപിടിച്ച് ദെൻ നമ്മളൊരു മിനിമം ത്രെഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ത്രെഷോൾഡ് വാല്യൂവിനെക്കാട്ടി ഈക്വൽ ഓർ എബോവ് ആണ് നമ്മുടെ സബ് ഗ്രാഫിൻ്റെ കൗണ്ട് എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഗ്രാഫ് ഈസ് എ ഫ്രീക്വൻറ്റ് വൺ. ആ ഫ്രീക്വൻസി വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ഫ്രീക്വൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഈ പല പല ഫീൽഡ്സിൽ പല പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, കൺസിഡർ ദിസ് ഈസ് എ ഗ്രാഫ്, ദെൻ ദിസ് ഈസ് അനദർ ഗ്രാഫ്, ദിസ് ഈസ് അനദർ ഗ്രാഫ്. 3 ഗ്രാഫ് നമ്മൾ എന്തെങ്കിലും സംതിങ് ഈ ഗ്രാഫ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളൊരു സബ് ഗ്രാഫ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ മിനിമം കൗണ്ട് എന്ന് പറയുന്നത് 2 ആണ്. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ സബ് ഗ്രാഫ് ഈ ഗിവൺ ഗ്രാഫ്സിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കൗണ്ട് 2 അല്ലെങ്കിൽ 2 എബോവ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഗ്രാഫ്, suppose this graph is G and this is G1, this is G2, this is G3. So the number of times this graph G is present in G1 and G2 and G3 is above or equal to minimum value 2. We can say that the graph G is a subgraph. Sorry, it's a frequent graph. Okay, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദാണ്ടേ ഇത് നമ്മുടെ ഗ്രാഫാണ്, സബ് ഗ്രാഫാണ്. ദെൻ ഇത് നമ്മുടെ സബ് ഗ്രാഫാണ്. ദെൻ ഇത് നമ്മുടെ സബ് ഗ്രാഫാണ്. സോ 3 ഗ്രാഫിലും പ്രസൻ്റ് ഉണ്ട്. സോ ഹിയർ ദ കൗണ്ട് ഈസ് 3 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ മിനിമം. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഗ്രാഫ് ഈസ് എ ഫ്രീക്വൻറ്റ് ഗ്രാഫ്. ഇതേ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ 5th മൊഡ്യൂളിൽ. ഏത് അസോസിയേഷൻ റൂൾ മൈനിങ്ങിൻ്റെ കേസിൽ നമ്മളെന്താ ഒരു ഐറ്റം സെറ്റ് കണ്ടുപിടിച്ചിട്ട് അത് ഫ്രീക്വൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുമല്ലേ. നമ്മളൊരു ഐറ്റം സെറ്റ് ഫസ്റ്റ് 1 ഐറ്റം സെറ്റ് കണ്ടുപിടിക്കും, അത് ഫ്രീക്വൻ്റ് ആണെങ്കിൽ അത് കമ്പൈൻ ചെയ്ത് 2 ഐറ്റം സെറ്റ്, അത് ഫ്രീക്വൻ്റ് ആണെങ്കിൽ അത് കമ്പൈൻ ചെയ്ത് 3 ഐറ്റം സെറ്റ് കണ്ടുപിടിക്കുമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കൗണ്ട് കണ്ടുപിടിച്ചിട്ട് ആ കൗണ്ട് ഒരു മിനിമം കൗണ്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും ഇതിന് ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ് ആണെന്ന് ചെക്ക് ചെയ്യുമായിരുന്നു. ആ ഒരു അപ്രോച്ച് തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്രാഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ പല കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു ഇൻ മെനി ഫീൽഡ്. ദെൻ ഗ്രാഫ് മൈനിങ് മീൻസ് വി ആർ ഗിവൻ വിത്ത് എ ഡേറ്റ വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് ഗ്രാഫ് റെപ്രസെൻറ്റേഷൻ. നമുക്ക് കുറേ ഡേറ്റ തരും, അത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റഡ് ആയിരിക്കും. ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റഡ് ഡേറ്റയെ നമ്മളൊരു സബ് ഗ്രാഫ് ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സബ് ഗ്രാഫ് നമുക്ക് തന്നേക്കുന്ന ഡേറ്റയിൽ എത്രത്തോളം ഉണ്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും പല പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ്, ഡിഫറെൻറ്റ് പ്രോട്ടീൻ സ്ട്രക്ചേഴ്സൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി അതിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ട് നമ്മൾ സബ് ഗ്രാഫായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോട്ടീൻ സ്ട്രക്ചേഴ്സിൽ
നമുക്ക് ഒരുപാട് പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് തന്നേക്കും. അതിനകത്ത് സബ് ഗ്രാഫായിട്ട് ഒരു പ്രോട്ടീൻ സ്ട്രക്ചർ കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ അതിന് ഫ്രീക്വൻ്റ് ആണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ പ്രോട്ടീൻ സ്ട്രക്ചേഴ്സിൽ ഇന്ന ഐറ്റംസ്, ദാറ്റ് മീൻസ് ഇന്ന വൈറ്റമിൻസ് കൂടുതലാണെന്നോ അതിൻ്റെ പ്രസൻസ് കൂടുതലെന്നോ ഒക്കെ നമുക്ക് പറയാം അല്ലേ. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോട്ടീൻ സ്ട്രക്ചേഴ്സൊക്കെ നമ്മൾ ഈ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഫുഡ് ഐറ്റംസിൻ്റെ പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തിട്ട് അതിലിപ്പം അതിനകത്ത് കാർബൺ കാൽഷ്യത്തിൻ്റെ ഐറ്റംസ് അല്ലെങ്കിൽ അയണിൻ്റെ ഐറ്റംസ് ഒക്കെ എത്രയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒരു ബോണ്ട് വഴി, ഒരു ബോണ്ടായിരിക്കും നമ്മൾ സബ് ഗ്രാഫായിട്ട് കൊടുക്കുന്നത്, ജസ്റ്റ് ഒരു ബോണ്ട്. ദെൻ ആ സബ് ഗ്രാഫ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കും. അപ്പോൾ ആ സബ് ഗ്രാഫിൻ്റെ കൗണ്ട് കൂടുതലാണെങ്കിൽ ഇന്ന ഐറ്റംസ് എല്ലാം കാൽഷ്യം റിച്ച് അല്ലെങ്കിൽ അയൺ റിച്ച് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിളും പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, സോ ഗ്രാഫ്സ് ഈസ് ഫൗണ്ട് മെനി യൂസസ് ഇൻ മെനി ഫീൽഡ് and frequent substructures or frequent subgraph are the very basic patterns that can be discovered in a collection of graphs. We are provided with a collection of graphs, then we found a frequent substructure or a frequent subgraph in that, and we can use that result, or we can use the frequent subgraph to predict some result. എന്തെങ്കിലും result predict ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. So the next is, what are the methods that we can use to for mining the frequent subgraph? Frequent subgraph കണ്ടുപിടിക്കുന്നത് എങ്ങനെ? So here consider a graph G, and the vertex it is represented by VG and the edges it is represented by EG. There exists a label function L which is used to map a vertex or an edge to a label. ഒരു vertexനോ എഡ്ജിനോ ലേബിൾ കൊടുക്കുന്നതിനാണ് നമ്മൾ ലേബൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. Then a graph G is a subgraph of another graph G0 if there exists a subgraph isomorphism from G to G0. Subgraph isomorphism from G to G0. Subgraph isomorphism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, suppose we are given with a graph to represent some data. Okay, then this graph is denoted as G0. Then we are given with other graph G. Okay, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് നമ്മുടെ G0യിൽ ഒരു സബ് ഗ്രാഫ് ഈ ജി എന്ന് പറഞ്ഞ ഗ്രാഫിന് ഐസോമോർഫിക് ആണെങ്കിൽ, ഈ സബ് ഗ്രാഫ് ഓഫ് G0 ഈസ് ഐസോമോർഫിക് ടു G. വി ക്യാൻ സേ ദാറ്റ് G ഈസ് എ സബ് ഗ്രാഫ് ഐസോമോർഫിസ്. ഐസോമോർഫിസ് നമ്മൾ പഠിച്ചതാണ്. എന്താ ഐസോമോർഫിസ്? രണ്ട് ഗ്രാഫ് ഐസോമോർഫിക് എന്ന് പറയുമ്പോൾ ദേ കണ്ടെയ്ൻ സെയിം സെറ്റ് ഓഫ് വേർഡ്സസ്, സെയിം നമ്പർ ഓഫ് എഡ്ജസ്, സെയിം നമ്പർ ഓഫ് വേർഡ്സസ് ആൻഡ് ദ ഡിഗ്രി ഓഫ് ദ വേർഡ്സസ് ഇസ് ആൾസോ സെയിം അല്ലേ. അപ്പോൾ നമ്മൾ G0 എടുക്കുമ്പോൾ G0യുടെ ഈ ഒരു സബ് ഗ്രാഫ് എന്ന് പറയുന്നത് ഏതിന് ഐസോമോർഫിക് ആയിരിക്കും? ജിക്ക് ഐസോമോർഫിക് ആകും. സോ ദർ എക്സിസ്റ്റ് എ സബ് ഗ്രാഫ് ഐസോമോർഫിസം ബിറ്റ്വീൻ G ആൻഡ് G0. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രണ്ട് ഗ്രാഫ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ഗ്രാഫ് വേറൊരു ഗ്രാഫിൻ്റെ സബ് ഗ്രാഫ് ആണെങ്കിൽ അതിനിടയ്ക്ക് ഒരു സബ് ഗ്രാഫ് ഐസോമോർഫിസം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ G0യും കൊടുത്തു, ജിയും കൊടുത്തു. ജി എന്ന് പറഞ്ഞ ഗ്രാഫ് G0യുടെ ഒരു സബ് ഗ്രാഫാണ്. സോ അതിനിടയ്ക്ക് ഒരു സബ് ഗ്രാഫ് ഐസോമോർഫിസം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ G0 പോലെ പല ഗ്രാഫ്സ് കൊടുക്കും. ദെൻ ഇതേപോലെ സബ് ഗ്രാഫ് കൊടുത്തിട്ട് ഈ ഗിവൺ ഗ്രാഫിനകത്ത് എത്ര സബ് ഗ്രാഫിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. So we are given with a labeled graph data set D which consists of many graphs G1, G2 up to Gn. Then we define a support of G or a frequency of G as the percentage or the number of graphs in D where G is a subgraph. നമുക്ക് G1 up to Gn, for example G1, G2 up to G10 കുറേ ഗ്രാഫ്സ് തരും. ദെൻ ഒരു സബ് ഗ്രാഫ് തരും. അപ് ടു G1 to G10 വരെ ഏതൊക്കെ ഗ്രാഫിൽ ഈ G എന്ന് പറഞ്ഞ സബ് ഗ്രാഫ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 5 ഗ്രാഫ്സിൽ G1 തൊട്ട് G10 വരെയുള്ള 5 ഗ്രാഫ്സിൽ G ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഇനി നമ്മളൊരു മിനിമം സപ്പോർട്ട് ത്രെഷോൾഡ് അസ്യൂം ചെയ്യാണ് 3. അപ്പം നമുക്ക് മിനിമം വേണ്ടത് 3 ആയിരുന്നു. ദാറ്റ് മീൻസ് 3 ഈ G1 to G10 ഈ G എന്ന് പറയുന്ന സബ് ഗ്രാഫ് 3 ടൈംസ് എങ്കിലും ഉണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഗ്രാഫ് G ഈസ് എ ഫ്രീക്വൻറ്റ്. അക്കോർഡിംഗ് ടു അവർ എക്സാമ്പിൾ ഇതിനകത്ത് 5 ആണ് കൗണ്ട്. ദാറ്റ് മീൻസ് ഈ G1 തൊട്ട് G10 വരെയുള്ള ഗ്രാഫിൽ 5 ഗ്രാഫിൻ്റെ സബ് ഗ്രാഫ് ആണെങ്കിൽ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 5 is greater than C. So 5 is greater than 3. So we can say that G is a frequent graph. So a frequent graph is a graph whose support is no less than a minimum support threshold. ഓക്കെ, നമ്മൾ നേരത്തെ ഐറ്റം സെറ്റിൻ്റെ പ്രയോറി അൽഗോരിതത്തിനകത്തും
എഫ് പി ഗ്രോത്തിനകത്തൊക്കെ പറഞ്ഞ ഐറ്റം സെറ്റ് പോലെ തന്നെയാണ് ഇതും. നമ്മൾ ആദ്യം കുറേ ഐറ്റംസ് ഉള്ളൊരു സെറ്റ് എടുക്കുക. ആ ഐറ്റം സെറ്റ് എത്ര ട്രാൻസാക്ഷൻസിലുണ്ടോ ആ കൗണ്ടും നമ്മുടെ മിനിമം കൗണ്ടുമായിട്ട് ചെക്ക് ചെയ്തിട്ട് മിനിമം കൗണ്ടിന് ഈക്വൽ ഓർ ഗ്രേറ്റർ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഐറ്റം സെറ്റ് ഈസ് എ ഫ്രീക്വൻറ്റ്. ദെൻ ഹൗ ടു ഡിസ്കവർ ദ ഫ്രീക്വൻറ്റ് സബ്സ്ട്രക്ചേഴ്സ് ഓർ സബ്ഗ്രാഫ്. എങ്ങനെയാണ് നമ്മുടെ ഫ്രീക്വൻറ്റ് സബ്ഗ്രാഫ് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ എപ്രയോറി അപ്രോച്ച് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഹിയർ എപ്രയോറി അപ്രോച്ച് എങ്ങനെയാണ്? എപ്രയോറി അപ്രോച്ചിൻ്റെ കേസിൽ ഫസ്റ്റ് നമ്മൾ 1 ഐറ്റം സെറ്റ് L1 കണ്ടുപിടിക്കും ഫ്രം C1. ദെൻ 2 ഐറ്റം സെറ്റ് L2 കണ്ടുപിടിക്കും ബൈ L1 ജോയിൻ ഓപ്പറേഷൻ വിത്ത് L1. ഫസ്റ്റ് നമ്മൾ C2 കണ്ടുപിടിച്ച C2 L3 കണ്ടുപിടിക്കും. ദെൻ L3 നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? L3 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ again we are performing join operations between L2 and L2. Then we generate a candidate set C3 ഫ്രം ദിയർ ഫ്രീക്വൻ്റ് ആയിട്ടുള്ളതായിരിക്കും L3 പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ 2 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ജനറേറ്റ് ഫ്രീക്വൻറ്റ് സബ്സ്ട്രക്ചർ കാൻഡിഡേറ്റ്സ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ അതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ ചെക്ക് ചെയ്യും. 2 സ്റ്റെപ്പുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതേപോലെ കുറേ കാൻഡിഡേറ്റ് സെറ്റ് സബ്സ്ട്രക്ചേഴ്സ് കാൻഡിഡേറ്റ് ഗ്രാഫ്സ് നമ്മൾ കണ്ടുപിടിക്കും. ആ കാൻഡിഡേറ്റ് ഗ്രാഫ്സിൻ്റെ എല്ലാം ഫ്രീക്വൻസി സെക്കൻഡ് സ്റ്റെപ്പിൽ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഫ്രീക്വൻസി നോക്കിയിട്ട് മിനിമത്തിനെ കാട്ടി ഈക്വൽ ഓർ ഗ്രേറ്റർ ആണെങ്കിൽ ദാറ്റ് മീൻസ് അതൊരു ഫ്രീക്വൻറ്റ് സബ്ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു തവണ ഫ്രീക്വൻറ്റ് സബ്ഗ്രാഫ് കൊണ്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമല്ല. ഐറ്റം എപ്രയോറി അൽഗോരിതത്തിനകത്ത് എങ്ങനെയായിരുന്നു? നമ്മളാദ്യം 1 ഐറ്റം സെറ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള 1 ഐറ്റം സെറ്റ് കണ്ടുപിടിക്കും. ഓക്കെ, ദെൻ ആ 1 ഐറ്റം സെറ്റ് കൊണ്ട് 2 ഐറ്റം സെറ്റ് നോക്കി 2 ഐറ്റംസ് ഉള്ള സെറ്റിൽ ഏതൊക്കെയാണ് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നതെന്ന് നോക്കും. ദെൻ അതിനകത്ത് നിന്ന് 3 ഐറ്റം സെറ്റ് കണ്ടുപിടിക്കാൻ നോക്കും. അതുപോലെ തന്നെയാണ് ഗ്രാഫിൻ്റെ കേസിലും. ഇനിഷ്യലി ഒരു സ്മോൾ സൈസ് കൊണ്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ആ സൈസ് ഫ്രീക്വൻ്റ് ആണെങ്കിൽ ഒരു സ്മോൾ സബ് ഗ്രാഫ് എടുക്കും. അത് ഫ്രീക്വൻ്റ് ആണെങ്കിൽ അത് വെച്ചിട്ട് കുറച്ചും കൂടെ ലാർജ് ആയിട്ടുള്ള സബ് ഗ്രാഫ് എടുക്കും. അതും ഫ്രീക്വൻ്റ് ആണെങ്കിൽ അത് വെച്ചിട്ട് കുറച്ചും കൂടെ ബിഗ് ആയിട്ടുള്ള സബ് ഗ്രാഫ് എടുക്കും. ഇവിടെ ഒരു ഗ്രാഫ് ഐറ്റം സെറ്റിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയായിരുന്നു? ആദ്യം 1 ഐറ്റം സെറ്റ് ദെൻ 2 ഐറ്റം സെറ്റ് ഓരോ ഐറ്റം വെച്ചിട്ട് കൂട്ടിയായിരുന്നു പോകുന്നത്. അതുപോലെ ഇവിടെ ഗ്രാഫിൻ്റെ കേസിലും സ്മോൾ സൈസ് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ബിഗ് സൈസിലോട്ട് പോകും. ഇവിടെ ബിഗ് സൈസിലോട്ട് ഫോം ചെയ്യുന്നത് ഏതർ ഒരു വേർട്ടെക്സ് അല്ലെങ്കിൽ ഒരു എഡ്ജ് ആഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, സോ വാട്ട് ഈസ് ദ എ പ്രയോറി ബേസ്ഡ് അപ്രോച്ച് യൂസ്ഡ് ഇൻ ഗ്രാഫ് മൈനിങ് ഫോർ ഫൈൻഡിങ് ദ ഫ്രീക്വൻറ്റ് സബ് ഗ്രാഫ്? മനസ്സിലാവുന്നുണ്ടോ? ഗ്രാഫ് മൈനിങ് മീൻസ് നമുക്ക് ഒരു ലാർജ് കളക്ഷൻ ഓഫ് ഗ്രാഫ്സ് തരും. ആ കളക്ഷൻ ഓഫ് ഗ്രാഫിൽ നിന്ന് നമ്മളൊരു സബ് ഗ്രാഫ് കണ്ടുപിടിക്കണം. ആ സബ് ഗ്രാഫിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ട് അത് എത്രമാത്രം ഫ്രീക്വൻ്റ് ആണോ അതിനെ ബേസ് ചെയ്തിട്ട് പല പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫ്രീക്വൻറ്റ് സബ് ഗ്രാഫ് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം തന്നെ ഇപ്പം ഒരു ഗ്രാഫ് തന്നിട്ട് ഒരു സബ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഒരു 3 വേർട്ടീസസ് ഉള്ള സെറ്റ് വെച്ചിട്ടായിരിക്കും അതിൽ ഏറ്റവും സ്മോൾ സൈസ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഒരു 1 വേർട്ടെക്സ്, പിന്നെ 2 വേർട്ടെക്സ്, പിന്നെ 3 വേർട്ടെക്സ്, അങ്ങനെ വെച്ചിട്ടായിരിക്കും നമ്മൾ സബ് ഗ്രാഫ് നമുക്ക് തന്നേക്കുന്ന ആ ഡേറ്റ സെറ്റിലെ ഗ്രാഫിൽ എത്രമാത്രം അതിൻ്റെ കൗണ്ട് ഉണ്ടെന്ന് നോക്കി ഫ്രീക്വൻ്റ് ആണോ എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഹിയർ ദ സെർച്ച് ഫോർ ദ ഫ്രീക്വൻറ്റ് സബ് ഗ്രാഫ് സ്റ്റാർട്ട്സ് വിത്ത് എ ഗ്രാഫ് ഓഫ് small size. Then it proceeds in the bottom-up manner by generating candidates having an extra vertex edge or path. സ്മോൾ സൈസിൽ ഫോർ എക്സാമ്പിൾ ഒരു എഡ്ജ് അല്ലെങ്കിൽ ഒരു വേർട്ടെക്സ് ഉള്ള ഗ്രാഫിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ ഇങ്ങനൊരു ഗ്രാഫ് അല്ലെങ്കിൽ ഇങ്ങനൊരു ഗ്രാഫ് ഇതേപോലെ കുറേ ഗ്രാഫ്സ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനൊരു ഗ്രാഫ് ഉണ്ടോ എന്നായിരിക്കും ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ ഈ ഗ്രാഫ് വെച്ചിട്ടല്ല നമ്മൾ നോക്കുന്നത്. ഇനിഷ്യലി നമ്മൾ ഒരു വേർട്ടെക്സ് എടുക്കും. ഇതിനകത്തൊക്കെ അതിൻ്റെ ഫ്രീക്വൻസി വെച്ച് നോക്കും. ഫ്രീക്വൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ 2 ഗ്രാഫ്സ് വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടെ ബിഗ് ഒരു ഗ്രാഫ് ഉണ്ടാക്കും. മനസ്സിലായോ? ആദ്യം നമ്മൾ ഇനിഷ്യലി ഒരു വേർട്ടെക്സ് വെച്ച് നോക്കും അല്ലെങ്കിൽ ഒരു എഡ്ജ് വെച്ച് നോക്കും. അതിൻ്റെ കൗണ്ട് നമ്മുടെ G1 to G10 വരെ നോക്കും. ആ കൗണ്ട് വെച്ചിട്ട് മിനിമം സപ്പോർട്ട് ത്രെഷോൾഡുമായിട്ട് ചെക്ക് ചെയ്ത് അത് ഫ്രീക്വൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഇതേപോലെ 2 ഗ്രാഫ്സ് ജോയിൻ ചെയ്യും. ഇനിയും ഇതും ഫ്രീക്വൻ്റ് ആണെങ്കിൽ ഇതേപോലെ വീണ്ടും നമ്മൾ 2 എണ്ണത്തിനെ ജോയിൻ ചെയ്തിട്ട് എന്തായിരിക്കും? വീണ്ടും അടുത്ത ഗ്രാഫുകൾ കണ്ടുപിടിക്കും. അങ്ങനെയായിരിക്കും പോകുന്നത്. സോ ഹിയർ
Sk is the frequent substructure set of size k. Sk is a frequent substructure set of size k. അതായത് നമ്മൾ ഐറ്റം സെറ്റിൻ്റെ കേസിൽ എൽ കെ പഠിച്ചു. എൽ കെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എൽ കെ ഈസ് എ സെറ്റ് ഓഫ് കെ ഐറ്റം സെറ്റ്, ഫ്രീക്വൻറ്റ് കെ ഐറ്റം സെറ്റ്. അതുപോലെ ഇവിടെയും എസ് കെ എന്ന് പറയുന്നത് ഇസ് ദ ഫ്രീക്വൻറ്റ് സബ്സ്ട്രക്ചർ സെറ്റ് ഓഫ് സൈസ് കെ. ഇവിടെ സൈസ് കെ എന്ന് പറയുമ്പോൾ ഇവിടെ കെയുടെ വാല്യൂ ചിലപ്പോൾ 5 ആണെങ്കിൽ അത് 5 വേർട്ടിസസ് ആയിരിക്കാം, അല്ലെങ്കിൽ 5 എഡ്ജസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ S5 കൊണ്ട് ഉദ്ദേശിക്കുന്നത് 5 എഡ്ജസ് ഉള്ള എത്ര സബ് ഗ്രാഫ് ഉണ്ട് ഫ്രീക്വൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ 5 വേർട്ടിസസ് ഉള്ള എത്ര സബ് ഗ്രാഫാണ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം, നമ്മൾ കെയുടെ വാല്യൂ ഇവിടെ 5 കൊടുക്കുകയാണെങ്കിൽ S5 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു സെറ്റാണ്. ആ സെറ്റിനകത്ത് കുറേ സബ് ഗ്രാഫ്സ് കാണും. ആ സബ് ഗ്രാഫ് എല്ലാം ഫ്രീക്വൻ്റ് ആയിരിക്കും. അതിൻ്റെ നമ്പർ ഓഫ് വേർട്ടിസസ് എന്ന് പറയുന്നത് 5 ആയിരിക്കും, അല്ലെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. ദെൻ ഹിയർ at each iteration the size of the newly discovered frequent substructures is increased by 1. നമ്മുടെ ഐറ്റം സെറ്റിൽ ഓരോ തവണയും ഓരോ ഐറ്റം കൂടുന്ന പോലെ ഇവിടെയും ഓരോ ഐട്രേഷനിലും സൈസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1. 1 ഇൻക്രീസ് ചെയ്യുക മീൻസ് either we add a vertex or we add an edge. Here these new substructures or new subgraphs are first generated by joining two similar but slightly different frequent subgraphs that were discovered in the previous call. ഇല്ലേ, നമ്മൾ ഐറ്റം സെറ്റിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയായിരുന്നു? ഇപ്പം I1 I2 I3 I1 I2 I4 ഈ രണ്ട് സെറ്റ് നമ്മൾ ജോയിൻ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഏകദേശം ഇത് സിമിലർ ആണ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഫസ്റ്റ് 2 ഐറ്റംസ് സിമിലർ ആയിരിക്കും, ഇത് മാത്രം ഡിഫറൻറ്റും ആയിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ I1 I2 I3 I4 അങ്ങനത്തെ സെറ്റായിരുന്നു ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ. അതേ സെയിം തന്നെയാണ് ഗ്രാഫിലും. ഗ്രാഫിൻ്റെ കേസിൽ നമ്മൾ 2 ഗ്രാഫ് ജോയിൻ ചെയ്യണം, 2 സബ് ഗ്രാഫ് ജോയിൻ ചെയ്യണം, കമ്പയർ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? സ്ലൈറ്റ്ലി അത് സിമിലറും ആയിരിക്കും, ബട്ട് സ്ലൈറ്റ്ലി ഡിഫറൻറ്റും ആയിരിക്കും. ഓക്കെ, ദെൻ അപ്പോൾ 2 ഗ്രാഫ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് പുതിയൊരു സബ് ഗ്രാഫ് ജനറേറ്റ് ചെയ്യും. ദെൻ അതിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കും. ആൻഡ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ട് ആ ഫ്രീക്വൻസി കൗണ്ട് വാല്യൂവും നമ്മുടെ മിനിമം സപ്പോർട്ട് ത്രെഷോൾഡ് വാല്യൂ തമ്മിൽ ചെക്ക് ചെയ്യുമ്പോൾ അത് ഈ നമ്മൾ ജനറേറ്റ് ചെയ്ത സബ് ഗ്രാഫ് ഫ്രീക്വൻ്റ് ആണോ എന്ന് നോക്കും. ഓക്കെ, ഫ്രീക്വൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് വെച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോയി അടുത്തൊരു ഗ്രാഫ് കണ്ടുപിടിക്കും, അതും ഫ്രീക്വൻ്റ് ആണെന്ന് നോക്കാം. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ച് പോകുന്നത്. ബട്ട് ഇവിടുത്തെ ഒരു ഡിസൈൻ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ജനറേഷൻ ടൈം. അവിടെ നമ്മുടെ ഐറ്റം സെറ്റിൻ്റെ കേസിൽ കാൻഡിഡേറ്റ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു ഒരു കോംപ്ലക്സിറ്റി. ഹിയർ ആൾസോ ദ സെയിം കോംപ്ലക്സിറ്റി ഒക്കോഴ്സ്. ദെൻ ഇവിടെ നമ്മൾ ഫ്രീക്വൻറ്റ് സബ്സ്ട്രക്ചേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ അൽഗോരിതംസ് ആണ് AGM, FST ആൻഡ് പാത്ത് ജോയിൻ മെത്തേഡ്. അതിൽ നമുക്ക് മെയിനായിട്ട് AGM, FST ആണ് പഠിക്കാനുള്ളത്. സിമ്പിളാണ്, പ്രത്യേകിച്ചൊന്നും കൂടുതലൊന്നും പഠിക്കാനില്ല. ഓക്കെ, FST ഈസ് AGMൽ നമ്മൾ പറഞ്ഞു, നമ്മൾ കുറേ ഗ്രാഫ്സ് നമുക്ക് തരും. ദെൻ ഒരു സബ് ഗ്രാഫ് വരും. ആ സബ് ഗ്രാഫ് ഈ നമ്മുടെ ഗിവൻ ഗ്രാഫ്സിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം, ഫ്രീക്വൻ്റ് ആണോ ഇല്ല എന്നുള്ളതായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ നമുക്ക് ഇപ്പോൾ തന്നേക്കുന്ന G1 to G10 ഗിവൺ ഗ്രാഫ്, ദെൻ G എന്ന് പറഞ്ഞൊരു ഗ്രാഫ് വരുമ്പോൾ ഡയറക്റ്റ്ലി ഈ G1 ടു G10 ഉണ്ടോ എന്നായിരിക്കത്തില്ല നോക്കുന്നത്. ഒരു സ്മോൾ സൈസ് ആയിട്ടായിരിക്കും ഈ G സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ എന്തായിരിക്കും ഓരോ ഐട്രേഷനിലായിരിക്കും കൂടുന്നത്. സോ AGM മെത്തേഡിൽ വി ആർ യൂസിങ് എ വേർട്ടെക്സ് ബേസ്ഡ് അപ്രോച്ച്. In AGM we are used a vertex based candidate generation method. Vertex based method എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മളിവിടെ സബ് സ്ട്രക്ചറിൻ്റെ അല്ലെങ്കിൽ സബ് ഗ്രാഫിൻ്റെ സൈസ് ഓരോ ഐട്രേഷനിലും ഈ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത് ഓരോ വേർട്ടെക്സ് ആഡ് ചെയ്തിട്ടായിരിക്കും. വേർട്ടെക്സ് ബേസ്ഡ് അപ്രോച്ച് മീൻസ് ഹിയർ the size of the subgraph that we generated is increased by adding one vertex. ഓരോ തവണയും നമ്മൾ ഐറ്റംസിൽ ഓരോ ഐറ്റംസ് ആഡ് ചെയ്യുന്ന പോലെ ഇവിടെ ഗ്രാഫിൻ്റെ സൈസ് എൻലാർജ് ചെയ്യാൻ വേണ്ടി ഓരോ വേർട്ടെക്സ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഹിയർ ദ സൈസ് ഓഫ് ദ ഗ്രാഫ് ഈസ് ദ നമ്പർ ഓഫ് വേർട്ടിസസ് ഇൻ ദ ഗ്രാഫ്. അപ്പോൾ ഇവിടുത്തെ സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ S5 എന്ന് പറയുമ്പോൾ 5 കൊണ്ട് ഉദ്ദേശിക്കുന്നത് 5 വേർട്ടിസസ് ആയിരിക്കും. ഓക്കെ, ദെൻ ഹിയർ 2 size K frequent subgraph are joined only if they have the same size K minus 1 subgraph.
ഓക്കെ, ദാറ്റ് മീൻസ് കെയുടെ വാല്യൂ 5 ആണ്. കെയുടെ വാല്യൂ 5 എന്ന് പറയുമ്പോൾ എന്താ, ഒരു സബ് ഗ്രാഫിനകത്ത് 5 വേർട്ടിസസ് ഉണ്ട്. ടു സൈസ് കെ ഫ്രീക്വൻറ്റ് സബ് ഗ്രാഫ്, അതായത് ഈ 5 വേർട്ടിസസ് ഉള്ള 2 സബ് ഗ്രാഫ് നമുക്ക് ജോയിൻ ചെയ്യണം. അത് ജോയിൻ ചെയ്യണം എങ്കിൽ കണ്ടീഷൻ ഈസ് ദേ ഹാവ് ദ സെയിം സൈസ് k-1 സബ് ഗ്രാഫ്. അങ്ങനെയാണെങ്കിൽ k-1 എന്ന് പറഞ്ഞാൽ 4 വേർട്ടിസസ് ഉള്ള ഒരു കോമൺ സബ് ഗ്രാഫ് അതിന് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ 5 വേർട്ടിസസ് ഉള്ള 2 ഗ്രാഫ് നമുക്ക് ജോയിൻ ചെയ്ത് 6 വേർട്ടിസസ് ഉള്ള ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? നമ്മൾ k = 5 മീൻസ് 5 വേർട്ടിസസ് ഉള്ള 2 ഗ്രാഫാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. 5 വേർട്ടിസസ് ഉള്ള ഗ്രാഫ് നമുക്ക് ജോയിൻ ചെയ്തിട്ട് 6 വേർട്ടെക്സ് ഉള്ള ഗ്രാഫ് നമുക്ക് കിട്ടണം. അങ്ങനെ കിട്ടണം എങ്കിൽ ഈ 5 വേർട്ടിസസ് ഉള്ള ഗ്രാഫിലും എന്തായിരിക്കും, 4 വേർട്ടിസസ് ഉള്ള ഒരു കോമൺ സബ് ഗ്രാഫ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് അതിൻ്റെ ഫിഗറായിട്ട് കാണിച്ചിട്ട് അപ്പോൾ മനസ്സിലാവും. എന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ഒരു ഗ്രാഫ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നും കൂടെ പറയാം, കെ സൈസുള്ള 2 ഗ്രാഫ്, ഫോർ എക്സാമ്പിൾ കെയുടെ വാല്യൂ 5 ആണെങ്കിൽ 5 വേർട്ടിസസ് ഉള്ള 2 സബ് ഗ്രാഫ് നമുക്ക് ജോയിൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിൽ 4 വേർട്ടിസസ് k-1 4 വേർട്ടിസസ് രണ്ടിലും സെയിം ആയിരിക്കണം. അപ്പോൾ k-1 അല്ലെങ്കിൽ 4 വേർട്ടിസസ് സെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പുതിയ ഗ്രാഫിൽ ആ 4 വേർട്ടിസസും കാണും. ദെൻ ആദ്യത്തെ ഗ്രാഫിൽ നിന്ന് 5th വേർട്ടെക്സും കാണും, രണ്ടാമത്തെ ഗ്രാഫിൽ നിന്ന് 5th വേർട്ടെക്സും കാണും. സോ ടോട്ടൽ ന്യൂ ഗ്രാഫിൽ 6 വേർട്ടിസസ് കാണും അല്ലേ. സോ വി ഹാവ് എ graph with the vertices k5 is k5. When we have another graph with the vertices 5, then ഇതിൽ 4 വേർട്ടിസസ് രണ്ടിലും കോമൺ ആയിരിക്കും. അപ്പോൾ പുതിയതായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഗ്രാഫിൽ ആ 4 വേർട്ടിസസ് കാണും. പിന്നെ ഇവിടെ നിന്നുള്ള 1ഉം കാണും, ഇവിടെ നിന്നുള്ള 1ഉം കാണും. അതിനെ രണ്ടിനെയും കൂടെ നമ്മൾ എഡ്ജ് വെച്ച് ജോയിൻ ചെയ്യും. സോ ടോട്ടൽ 6 വേർട്ടിസസ് ആയിരിക്കും. സോ ദ ന്യൂലി ഫോംഡ് കാൻഡിഡേറ്റ്സ് So the newly formed candidates include the size k-1 subgraph in common and the additional 2 vertices from the 2 size k patterns. Newly generate ചെയ്യുന്ന candidate subgraphന് ഈ കോമൺ ആയിട്ടുള്ള k-1 subgraph അല്ലെങ്കിൽ k-1 vertices ഉള്ള subgraphും കാണും. ദെൻ അഡീഷണൽ ആയിട്ട് 2 ഗ്രാഫൊന്നുമുള്ള verticesഉം കൂടെ കാണും. Because it is undetermined whether there is an edge connecting the additional 2 vertices, we can actually form 2 substructures. That means, കണ്ടോ, ഫസ്റ്റ് എക്സാമ്പിളിൽ ഇവിടുത്തെ നമ്പർ ഓഫ് വേർട്ടിസസും 5, ഇവിടുത്തെ നമ്പർ ഓഫ് വേർട്ടിസസ് നമുക്ക് 5 ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 5 വേർട്ടിസസ് ആണ് നമുക്ക് കമ്പൈൻ ചെയ്യുന്നത്. 2 5 വേർട്ടിസസ് ഉള്ള ഗ്രാഫ് കമ്പൈൻ ചെയ്യണമെങ്കിൽ 4 വേർട്ടിസസ് ഉള്ള സബ് ഗ്രാഫ് അതിനകത്ത് കോമൺ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫിഗറിൽ കണ്ടോ, ഇവിടെ 4 വേർട്ടിസസ് ഉള്ള സബ് ഗ്രാഫ് കോമൺ ആയിട്ടുണ്ട്, ഇവിടെയും 4 വേർട്ടിസസ് ഉള്ള സബ് ഗ്രാഫ് കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ സൈസ് k ഉള്ള 2 സബ് ഗ്രാഫ് നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ സൈസ് k-1 ഉള്ള 2 സബ് ഗ്രാഫ്സ് അതിനകത്ത് കോമൺ ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ന്യൂ ഗ്രാഫ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ കോമൺ സബ് ഗ്രാഫ് ആദ്യമേ വരയ്ക്കും. ദെൻ ഫസ്റ്റ് ഗ്രാഫിൽ നിന്നുള്ള ഈ വേർട്ടെക്സ് കൊടുക്കും, സെക്കൻഡ് ഗ്രാഫിൽ നിന്നുള്ള ഈ വേർട്ടെക്സ് എടുക്കും. സോ ടോട്ടൽ 6. കെയുടെ വാല്യൂ 5 ആണെങ്കിൽ 2 ജോയിൻ ചെയ്യുമ്പോൾ k6 വേർട്ടെക്സ് ഉള്ള ഒരു ന്യൂ സബ് ഗ്രാഫ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് വരയ്ക്കും. ദെൻ നമുക്ക് 2 വേർട്ടിസസ് ഉണ്ട്, ആ 2 വേർട്ടിസസും കൂടെ നമ്മൾ ഈ ഗ്രാഫിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എഡ്ജ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. 2 വേർട്ടിസസും കൂടെ ആഡ് ചെയ്തു. അങ്ങനെ 2 വേർട്ടിസസും കൂടെ ആഡ് ചെയ്താൽ നമുക്കതിൻ്റെ ഇടയ്ക്ക് ഒരു എഡ്ജും കൂടെ ആഡ് ചെയ്ത് പുതിയൊരു സ്ട്രക്ചറും കൂടെ ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഇവിടെ ലാസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞത്. നമ്മളിവിടെ 2 ഗ്രാഫും കൂടെ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ന്യൂ ഗ്രാഫ് കാൻഡിഡേറ്റ്സിനെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ 2 വേർട്ടെക്സ് പഴയതിലോട്ട് ആഡ് ചെയ്തപ്പോൾ എന്തായിരുന്നു, നമുക്കൊരു എഡ്ജ് വെച്ചിട്ടായിരുന്നു ആഡ് ചെയ്തത് ഇല്ലേ. ഇതും ആഡ് ചെയ്തു, ഇതും നമ്മൾ ആഡ് ചെയ്തു. ഇനി ഈ ആഡ് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്കൊരു എഡ്ജും കൂടെ കൺസ്ട്രക്ട് ചെയ്ത് വേറൊരു സബ് ഗ്രാഫും കൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് AGMനകത്ത് യൂസ് ചെയ്യുന്നത്. AGMൻ്റെ കേസിൽ നമുക്ക് എന്തായിരിക്കും, 2 സബ് ഗ്രാഫ് നോക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്
ഫസ്റ്റ് എന്തായിരിക്കും ഓരോ വേർട്ടെക്സ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ദെൻ അത് ഫ്രീക്വൻ്റ് ആണെങ്കിൽ ദെൻ ഗ്രാഫ്, അതായത് ആദ്യം ഒരു വേർട്ടെക്സ് കാണും, ഒരു വേർട്ടെക്സ് വെച്ചൊരു ഗ്രാഫ് കാണും. അത് ഫ്രീക്വൻ്റ് ആണെങ്കിൽ അതിനെ കമ്പൈൻ ചെയ്ത് 2 വേർട്ടെക്സ് വെച്ചുള്ള സബ് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യും. അതും ഫ്രീക്വൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് 3 വേർട്ടെക്സ് ഉള്ള സബ് ഗ്രാഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതും ഫ്രീക്വൻ്റ് ആണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് 4 വേർട്ടെക്സ് ഉള്ള സബ് ഗ്രാഫ് കണ്ടും. അപ്പോൾ ഓരോ തവണയും ഈ ക്രിയേറ്റ് ചെയ്യുന്ന സബ് ഗ്രാഫ് നമുക്ക് ഡേറ്റാ സെറ്റിലുള്ളവരുമായിട്ട് കൗണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഫൈനലി നമുക്ക് എന്തായിരിക്കും, ഇനി സബ് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വരും. ഐറ്റം സെറ്റിനെ പോലെ ഇനി സബ് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് വരും. അപ്പോൾ ലാസ്റ്റ് കിട്ടുന്ന കൗണ്ട് അനുസരിച്ചായിരിക്കും ആ ഫ്രീക്വൻസി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ എഡ്ജ്, ഓരോ തവണയും എഡ്ജ് ആഡ് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്, അതാണ് FSG. In the case of FSG algorithm, we are using edge-based method. Here, the size of the subgraph is increased by adding one edge on each iteration. ഓരോ iteration ഓരോ എഡ്ജ് വെച്ചിട്ടായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. Here, graph size means എന്തായിരിക്കും, number of edges ആണ് graph size. And here also, 2 size k patterns are merged even only if they share the same subgraph having k-1 edges. അതായത് 5 എഡ്ജസ് ഉള്ള 2 ഗ്രാഫ് നമുക്ക് കമ്പൈൻ ചെയ്യണമെങ്കിൽ അതിനകത്ത് രണ്ടിലും 4 എഡ്ജസ് ഉള്ള സബ് ഗ്രാഫ് കോമൺ ആയിട്ട് ഉണ്ടായിരിക്കണം. ദെൻ ഈ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്കൊരു ന്യൂ സബ് ഗ്രാഫ് കിട്ടുന്നത്. സോ സെക്കൻഡ് ഫിഗർ നോക്കുമ്പോൾ എന്താ, ഇതിനകത്ത് 5 എഡ്ജസ് ആണ് രണ്ടിലും ഉള്ളത്, 5 എഡ്ജസ്. ദെൻ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് 4 എഡ്ജസ് ഉള്ള സബ് ഗ്രാഫ് ഉണ്ട്. സോ ന്യൂലി ജനറേറ്റിൽ ആ സബ് ഗ്രാഫിൻ്റെ കൂടെ ഇതും ആഡ് ചെയ്യുക ബോട്ടം പാർട്ടിൽ. ദെൻ എന്തായിരിക്കും, ഇത് രണ്ട് നമ്മൾ ടോപ്പ് പാർട്ടിൽ ആഡ് ചെയ്യാം. ദെൻ ഇതേപോലെ എന്തായിരിക്കും, ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എന്തായിരിക്കും, നമുക്ക് ഇതേപോലെ ഒരു സ്ട്രക്ചറും കിട്ടും. ഇനി അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത് രണ്ടും താഴോട്ട് വെച്ചൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് രണ്ടും താഴോട്ട് വെച്ചൊരു സ്ട്രക്ചർ, അങ്ങനെ പല സ്ട്രക്ചേഴ്സ് നമുക്ക് പുതിയതായിട്ട് കാൻഡിഡേറ്റ്സിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ദ ന്യൂലി ഫോംഡ് കാൻഡിഡേറ്റ് ഇൻക്ലൂഡ്സ് ദ കോർ ആൻഡ് അഡീഷണൽ 2 എഡ്ജസ് ഫ്രം ദ സൈസ് k പാറ്റേൺസ്. ഓക്കെ, അപ്പോൾ ഇവിടെയും എന്തായിരിക്കും, നമ്മൾ 2 എഡ്ജസ് വെച്ചിട്ടുള്ള ഗ്രാഫ് ജോയിൻ ചെയ്യാനായാലും 2 വേർട്ടീസസ് വെച്ച് വേർട്ടീസസിൻ്റെ ബേസ് ഗ്രാഫ് ജോയിൻ ചെയ്യാൻ അതിൽ കോമൺ ആയിട്ട് എന്തായിരിക്കും, k-1 വേർട്ടീസ് ഉള്ള സബ് ഗ്രാഫ് അല്ലെങ്കിൽ k-1 എഡ്ജസ് ഉള്ള സബ് ഗ്രാഫ് കാണും. ദെൻ ആ കോമൺ ഗ്രാഫ് പ്ലസ് അഡീഷണലി 2 വേർട്ടീസസ് അല്ലെങ്കിൽ 2 എഡ്ജസ് ആഡ് ചെയ്തിട്ടായിരിക്കും ന്യൂ ഗ്രാഫ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ഐറ്റം സെറ്റിൽ എപ്രിയോറി അൽഗോരിതത്തിൽ ഐറ്റം സെറ്റ് വെച്ചിട്ടുള്ള അതേ അപ്രോച്ച് തന്നെയാണ്. അവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ട്രാൻസാക്ഷൻസ് തരും, അതുപോലെ ഇവിടെയും കുറേ ഗ്രാഫ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ആദ്യമേ അവിടെ ഒരു ഐറ്റം വെച്ചിട്ട് നോക്കി അതിൻ്റെ ഒരു ഐറ്റം വെച്ചിട്ടുള്ള ഫ്രീക്വൻസി ചെക്ക് ചെയ്യും. ദെൻ 2 ഐറ്റം വെച്ചിട്ടുള്ള ഫ്രീക്വൻസി നോക്കും. ദെൻ 3 ഐറ്റം വെച്ചിട്ടുള്ള ഫ്രീക്വൻസി നോക്കും. ഇതുപോലെ ഇവിടെയും ആദ്യമേ നമ്മൾ 1 വേർട്ടെക്സ് അല്ലെങ്കിൽ 1 എഡ്ജ് വെച്ചിട്ടുള്ളത് നോക്കും. ദെൻ 2 വേർട്ടെക്സ് വെച്ചിട്ടുള്ളത് നോക്കും, അല്ലെങ്കിൽ 2 എഡ്ജ് വെച്ചിട്ടുള്ളത് നോക്കും. ദെൻ 3 എഡ്ജ് വെച്ചിട്ടുള്ളത് നോക്കും. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഫൈനലി നമുക്ക് ഇനി ഒരു സബ് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. അപ്പോൾ ആ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന കൗണ്ട് ആയിരിക്കും ആ സബ് ഗ്രാഫിൻ്റെ കൗണ്ട് എമോങ് ദ ലാർജ് സെറ്റ് ഓഫ് ഗ്രാഫ്സ്. അപ്പോൾ കൗണ്ട് യൂസ് ചെയ്യാൻ നമുക്ക് പല പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എപ്രിയോറി ചെൽറ്റ്. FP ഗ്രോത്ത് അപ്രോച്ച് നമുക്ക് ഈ ഗ്രാഫ് മൈനിങ്ങിൻ്റെ കേസിൽ യൂസ് ചെയ്യും, പക്ഷേ നമുക്കത് സിലബസിൽ പഠിക്കാനില്ല. ഓക്കെ, ഇത്രയാണ് ഗ്രാഫ് മൈനിങ്. എന്താണ് ഗ്രാഫ് മൈനിങ്? ഗ്രാഫ് മൈനിങ്ങിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ മൈനിങ് പെർഫോം ചെയ്യുന്നത്, അതായത് എങ്ങനെയാണ് സബ് ഗ്രാഫിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സബ് ഗ്രാഫിനെ കണ്ടുപിടിക്കുക 2 സ്റ്റെപ്പാണല്ലോ. ഫസ്റ്റ് കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിക്കുക, ദെൻ ആ ഫ്രീക്വൻസി ഓഫ് കാൻഡിഡേറ്റ്സ് ഫൗണ്ട് ചെയ്യുക. ഫ്രീക്വൻസിയും നമ്മൾ മിനിമം ത്രെഷോൾഡും നമ്മൾ കമ്പയർ ചെയ്തിട്ട് അത് ഫ്രീക്വൻ്റ് ആണോ എന്ന് നോക്കാം. ഫ്രീക്വൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും, ഫ്രീക്വൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കമ്പയർ ചെയ്തിട്ട് നെക്സ്റ്റ് സബ് ഗ്രാഫിനെ കണ്ടുപിടിക്കാം. എപ്രിയോറി ബേസ്ഡ് അപ്രോച്ചാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഹിയർ ആൾസോ നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്, AST ഉണ്ട്, FSG ഉണ്ട്. ASTയുടെ കേസിൽ AGM ഉണ്ട്, FSG ഉണ്ട്. AGMൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാഫിൻ്റെ സൈസ് കൂട്ടുന്നത് ഓരോ വേർട്ടെക്സ് ആഡ് ചെയ്തിട്ടായിരിക്കും. FSGയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഓരോ എഡ്ജ് ആഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പം എപ്രിയോറി അൽഗോരിതം ഫോർ ഐറ്റം സെറ്റ്, ഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.